നെടുമുക്ക് വിനീത കൊലക്കേസിൽ പ്രതി രാജേന്ദ്രന് വധശിക്ഷ നേടിക്കൊടുത്ത സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എം സലാഹുദ്ദീനും അദ്ദേഹത്തിൻ്റെ ടീമുമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എങ്ങനെ ആയിരുന്നു ഈ കേസിൻ്റെ വിചാരണ ഘട്ടങ്ങൾ? ദൃക്സാക്ഷിയില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകൾ അണിനിരത്തിയുള്ള വാദം, ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? യഥാർത്ഥത്തിൽ ഈ സംഭവം നടക്കുന്നത് 2022 ഫെബ്രുവരി മാസം 6-ാം തീയതിയാണ് ഈ കൃത്യത്തിനാസ്പദമായ സംഭവം നടക്കുന്നത്. സംഭവം കഴിഞ്ഞ് 6-ൻ്റെ അന്ന് തന്നെ പ്രതി പോലീസ് കസ്റ്റഡിയിലാവുന്നു. 2024 ഏപ്രിൽ മാസം 12-ാം തീയതിയാണ് ഈ കേസിൻ്റെ വിചാരണ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നു. കഴിഞ്ഞ 1 വർഷക്കാലവും 12 ദിവസവുമാണ് ഇതിൻ്റെ വിചാരണ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഈ കേസിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം നോക്കിയാൽ ദൃക്സാക്ഷികൾ ആരും തന്നെ ഇല്ലാതിരുന്നൊരു കേസാണ്. പ്രോസിക്യൂഷനെ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരുന്നു. കാര്യം കൊറോണ ഈ നാട് മൊത്തം ലോക്ക്ഡൗൺ ആണ്, നിശബ്ദമായി കിടക്കുന്ന ഒരു ദിവസമാണ്, ഞായറാഴ്ചയാണ്, റോഡ് വിജനമാണ്. ഉച്ചയ്ക്ക് 1:30 മണിക്ക് ഡെഡ് ബോഡി കണ്ടെത്തുന്നു തലസ്ഥാന നഗരിയിൽ. പോലീസ് വിജിലൻ്റായി. ഒരു ഐഡിയയുമില്ല. പോലീസിൻ്റെ മുമ്പിലുള്ളത് ആ പരിസരത്തുള്ള CCTV വിഷ്വൽസാണ്. ഈ മോഡസ് ഓപ്പറാൻഡി കണ്ടതിന് ശേഷം അതൊരു ഇതര സംസ്ഥാന തൊഴിലാളിയായിരിക്കാമെന്ന ഒരു നിഗമനത്തിൽ പോലീസ് എത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ CCTV വിഷ്വൽസ് പരിശോധിക്കുമ്പോൾ ഒരു സസ്പെക്റ്റിനെ കിട്ടുന്നു. ആ സസ്പെക്റ്റിനെ പിന്തുടർന്ന് ഉള്ള അന്വേഷണത്തിലാണ് തമിഴ്നാട് കാവൽക്കിണർ ഒരു സ്വകാര്യ ലോഡ്ജിൽ താമസിക്കുന്ന പ്രതിയെ കൃത്യം നടന്ന 6-ൻ്റെ അന്ന് തന്നെ പോലീസ് കണ്ടെടുക്കുന്നു. കേസിൻ്റെ ഒരു വഴിത്തിരിവെന്ന് പറയുന്നത് സംഭവം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകത്ത് സംഭവ സ്ഥലത്ത് നിന്ന് ബ്ലഡ് സ്റ്റെയിൻ ഫോറൻസിക് ഉദ്യോഗസ്ഥർ കളക്ട് ചെയ്യുന്നു. അതിൽ കണ്ട രക്തം ഈ പ്രതിയുടെ കൈയും കൂടി മുറിഞ്ഞിരുന്നു. ആ ബ്ലഡ് സ്റ്റാമ്പിളാണ് ഈ കേസിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് പ്രോസിക്യൂഷന് ഏറ്റവും വലിയ സഹായകരമായി മാറിയത്. ഈ വിചാരണ ഘട്ടത്തിലൊക്കെ പ്രതിക്ക് ഏതെങ്കിലും ഘട്ടത്തിലൊരു കുറ്റബോധം ഉണ്ടായിരുന്നോ? പ്രതിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിൻ്റെ ശിക്ഷാവിധി പറയുന്ന ദിവസം കോടതി തന്നെ ചോദിച്ചു പശ്ചാത്താപം ഉണ്ടോ എന്ന് ചോദിച്ചു. പ്രതിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പശ്ചാത്താപമൊന്നുമില്ല. എന്തും നേരിടാനുള്ള ഒരു ശേഷിയിൽ തന്നെയാണ് ഇന്നും കോടതിയിൽ. ഇപ്പോൾ വധശിക്ഷ വിധിക്കുമ്പോഴും ഒരു നിർവികാരനായി തന്നെയാണ് പ്രതി കൂട്ടിൽ നിന്നത്.